വ്യത്യസ്തമായ 3 കഥകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഫുൾമണി ദാസി എന്ന 10 വയസ്സുകാരി പെൺകുട്ടി 35 വയസ്സുള്ള ഹരിമോഹൻ എന്നയാളെ വിവാഹം കഴിച്ചു. പണ്ടുകാലത്ത് ഇത്തരം ബാലവിവാഹങ്ങൾ സർവ്വസാധാരണമായിരുന്നു. 1860-ൽ ഒരു നിയമമുണ്ടായിരുന്നു. 10 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് സ്വന്തം ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ഫുൾമണി ദാസിനെ തന്റെ ഭർത്താവ് ഹരിമോഹൻ വളരെ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കി. ശാരീരിക വളർച്ച എത്താത്ത, എന്തിന് ഋതുമതി പോലും ആവാത്ത ആ കൊച്ചു പെൺകുട്ടിക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ആ പീഡനത്തിൽ ആ പെൺകുട്ടിക്ക് തന്റെ ആന്തരികാവയവങ്ങൾക്ക് വളരെ മാരകമായ രീതിയിൽ മുറിവേൽക്കുകയും ചെയ്തു. പിന്നീട് നല്ല രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടാക്കാൻ ഇടയാക്കി. പെട്ടെന്ന് തന്നെ അരയ്ക്ക് കീഴ്പോട്ട് തളരുകയും ഉണ്ടായി. ആ രാത്രി തന്നെ ആ കുഞ്ഞു ജീവൻ പൊലിയുകയായിരുന്നു. ഇന്ത്യയിലെ അന്നത്തെ നിയമപ്രകാരം 10 വയസ്സ് കഴിഞ്ഞ ഫുൾമണി ദാസിനോട് ഭർത്താവ് ചെയ്തത് ഒരു തെറ്റല്ല എന്ന് കോടതി വിധി എഴുതി. അയാളെ കോടതി വെറുതെ വിട്ടു. അയാൾക്കെതിരെ കോടതി കൊലക്കുറ്റത്തിന് കേസെടുത്തില്ല. പകരം അശ്രദ്ധമായ ഒരു പ്രവൃത്തിയിലൂടെ വന്ന കൊലപാതകം എന്നൊരു ലേബൽ നൽകിക്കൊണ്ട് ഹരിമോഹനെ 1 വർഷം കോടതി ശിക്ഷിച്ചു. എന്താ കഥ അല്ലേ? എന്നാൽ ഈ ഒരു കോടതി വിധി വലിയ തോതിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഭരണമായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരും സോഷ്യൽ വർക്കേഴ്സും ഈ ഒരു വിഷയത്തിൽ വളരെ കാര്യമായി തന്നെ ഇടപെട്ടു തുടങ്ങി. ഇത് ഇന്ത്യയിലെ പല മത നേതാക്കളും തടഞ്ഞു. കാരണം അവരുടെ മതത്തിന്റെ ആചാരങ്ങളെ തടഞ്ഞു വെക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ ആചാരങ്ങളെ തിരുത്തുന്നു എന്നായിരുന്നു മത നേതാക്കൾ പറഞ്ഞു തുടങ്ങിയത്. ബാലഗംഗാധര തിലകിനെ പോലുള്ള വൻ നേതാക്കൾ ഇതിനെതിരെ പ്രതിഷേധവുമായി വന്നു. ബ്രിട്ടീഷ് ഭരണകൂടം നമ്മളുടെ ഇന്ത്യയിലെ നിയമങ്ങളെ തിരുത്തണ്ട എന്നായിരുന്നു അവർ വാദിച്ചത്. ആരും അന്ന് ഫുൾമണിയുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്നാൽ 1891 മാർച്ച് 19 ഈ നിയമം തിരുത്തി എഴുതപ്പെട്ടു. പെൺകുട്ടിയും തന്റെ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രായം എന്നത് 10 വയസ്സിൽ നിന്നും 12 വയസ്സിലേക്ക് ഉയർത്തണം എന്ന് മാത്രമായിരുന്നു പ്രതിഷേധകർ പറഞ്ഞത്. എന്നാൽ അതിനെതിരെ പലരും രംഗത്തെത്തിയതോടുകൂടി 1891 മാർച്ച് 19 ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. ഫുൾമണി ദാസ് എന്ന പാവം പെൺകുഞ്ഞിന്റെ മരണം, ദാരുണമായ മരണം, ഇന്ത്യയിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു. ഇനി അടുത്ത കഥയിലേക്ക് കടക്കാം. RMS ടൈറ്റാനിക് എന്ന വലിയ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താണപ്പോൾ ആ ഭീകര രാത്രിയിൽ ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ രക്ഷപ്പെടലിന്റെ കഥയാണിത്. കപ്പലിലെ ചീഫ് ബേക്കർ ആയിരുന്ന ചാൾസ് ജോഫിന്റേത്. 1912 ഏപ്രിൽ 14 ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചെന്ന് മനസ്സിലാക്കിയ ചാൾസ് ഒട്ടും പതറാതെ തന്നെ തന്റെ സഹപ്രവർത്തകരോട് ലൈഫ് ബോട്ടിലേക്ക് ബ്രെഡും മറ്റു ഭക്ഷണ സാധനങ്ങളും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ആജ്ഞാപിച്ചു. അതിനുശേഷം അദ്ദേഹം സ്ത്രീകളെയും കുട്ടികളെയും ലൈഫ് ബോട്ടിലേക്ക് കയറ്റുന്നതിന്റെ തിരക്കിലായിരുന്നു. ആ ഒരു സമയത്ത് ചില സ്ത്രീകൾ മരണത്തെ ഭയന്നുകൊണ്ട് ലൈഫ് ബോട്ടിലേക്ക് ചാടാൻ വളരെ മടിച്ചു നിന്നു. എന്നാൽ ചാൾസ് ബലപ്രയോഗത്തിലൂടെ അവരെല്ലാം ലൈഫ് ബോട്ടിലേക്ക് എടുത്തിടുകയായിരുന്നു. കപ്പലിലെ 10ാം നമ്പർ ലൈഫ് ബോട്ടിന്റെ ചുമതല മുഴുവൻ ഉണ്ടായിരുന്നത് ചാൾസിനായിരുന്നു. എന്നാൽ ചാൾസ് ആ 10ാം നമ്പർ ലൈഫ് ബോട്ടിൽ കയറാതെ പലരെയും അതിലേക്ക് കുത്തി നിറച്ചു. തന്റെ സീറ്റ് പോലും മറ്റുള്ളവർക്കായി അയാൾ നൽകി. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ടൈറ്റാനിക് കപ്പലിൽ നിന്നും അയാൾ വേഗം തന്റെ ക്യാബിനിലേക്ക് ഓടി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ മദ്യം കഴിച്ചു. ഈ മദ്യം കഴിച്ചതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് കേട്ടോ. കപ്പൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും മുങ്ങുമെന്ന് മനസ്സിലാക്കിയ ചാൾസ് 50-ൽ കൂടുതൽ കസേരകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കടലിൽ വീണവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഉപാധിക്ക് വേണ്ടിയായിരുന്നു. പിന്നീട് കപ്പൽ 2ആയി പിളർന്ന് മുങ്ങിത്താവാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം കപ്പലിന്റെ ഏറ്റവും അറ്റത്തെ റെയിലിംഗിൽ പിടിച്ചു നിന്നു. കപ്പൽ പൂർണ്ണമായും വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോൾ സാധാരണ രീതിയിൽ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത് പോലെ അയാൾ വെള്ളത്തിലേക്ക് ചാടി ഒരു മരത്തടിയിൽ പിടിച്ചു നിന്നു. അന്ന് -2 ഡിഗ്രി ആയിരുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തണുപ്പിലേക്ക് ഒരാൾ വീണാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശരീരം മരച്ച് അയാൾ മരിച്ചു പോകും. എന്നാൽ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മദ്യത്തിന്റെ മാജിക് നടക്കുന്നത്. അത്യാവശ്യം മദ്യപിച്ചിരുന്ന ചാൾസിന്റെ ശരീരത്തിൽ രക്തയോട്ടം വേഗത്തിൽ നടന്നു. ശരീരത്തിന് ആവശ്യമായ ചൂട് ശരീരത്തിനകത്തു നിന്ന് തന്നെ ചാൾസിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഏകദേശം 3 മണിക്കൂറോളം ആ തണുത്തുറഞ്ഞ വെള്ളത്തിൽ അയാൾ ഒഴുകി നടന്നു. നേരം വെളുത്തപ്പോൾ ഒരു ലൈഫ് ബോട്ടിനടുത്തേക്ക് നീങ്ങിയ ചാൾസിനെ മറ്റു യാത്രക്കാർ രക്ഷിച്ചു. അങ്ങനെ RMS ടൈറ്റാനിക്കിന്റെ ആ മഹാദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയായി ചാൾസ്. മദ്യം ജീവിതത്തിൽ അത്ഭുത രക്ഷകനായി മാറിയ ഒരാൾ കൂടിയാണ് ചാൾസ് എന്ന് വേണം പറയാൻ. ശരീരത്തോട് ചെയ്ത ക്രൂരമായ പ്രവൃത്തികൾ ആരെയും കണ്ണു നിറയിച്ചു പോകും. ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ
ഫോർമോസസ് ജനങ്ങളെ ആശീർവദിക്കാൻ ഉപയോഗിച്ച കയ്യിലെ 3 വിരലുകൾ ആ ശവശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റി. ശവശരീരത്തിന്റെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറിയെടുത്തു. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഫോർമോസസ് നടത്തിയിരുന്ന എല്ലാ നിയമങ്ങളും അസാധുവാക്കി. ഒടുവിൽ ആ ശവശരീരം, അതായത് അഴുകി തുടങ്ങിയിരിക്കുന്ന ആ ശരീരത്തെ 7 മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്തതിനു ശേഷം തെരുവിലൂടെ വലിച്ചെഴിച്ചു കൊണ്ടുപോയി ടൈബർ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതൊക്കെ കണ്ടും കേട്ടു നിന്ന റോമിലെ ജനങ്ങൾക്ക് സ്റ്റീഫൻ 6-നോട് കടുത്ത ദേഷ്യം തന്നെ വന്നു തുടങ്ങി. അയാൾ ഈ ക്രൂരത കാണിച്ചതെല്ലാം മരിച്ച ഒരു ശരീരത്തോടാണ്, അതും അവരെല്ലാം ഒരു കാലത്ത് ആരാധിച്ചു വന്ന അവരുടെ പോപ്പിനോട്. ജനക്കൂട്ടം സ്റ്റീഫൻ 6-നെ തടവിലാക്കി. ഒടുക്കം ആ തടവറയിൽ നിന്ന് തന്നെ അയാളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. പിന്നീട് അവിടെ അധികാരത്തിൽ വന്ന പോപ്പുമാർ ഫോർമോസസിന്റെ ശരീരം നദിയിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് സകല ബഹുമതികളോടുകൂടി തന്നെ ആ ശരീരം അടക്കം ചെയ്തു. ഇതിനുശേഷമാണ് റോമിൽ ഇത്തരം വിചാരണകൾ, മരണശേഷം ശവശരീരത്തോടുള്ള ഇത്തരം വിചാരണകൾ നിയമ ലംഘനമാണെന്ന് വിധി എഴുതിയത്. അധികാരത്തിനും വ്യക്തി വൈരാഗ്യത്തിനും വേണ്ടി ശവശരീരത്തോട് പോലും ക്രൂരത കാണിക്കാൻ മനുഷ്യന് പറ്റുമെന്നതിനുള്ള ഒരു വലിയ തെളിവാണ് റോമിലെ ഈ ഒരു സംഭവം. ഈ പറഞ്ഞ 3 കഥകളും വ്യത്യസ്തമായ കഥകളാണ്. കഥകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.